ഇന്ന് നമ്മൾ നല്ല നാടൻ ഒരു വിഭവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കുടപ്പന്, വാഴപ്പൂവ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിനെ കുടപ്പൻ എന്നാണ് പറയണത്. ഇത് നല്ലതാണ് കേട്ടോ, നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് തോരൻ വെക്കാറുണ്ട്, പിന്നെ കറിയായിട്ട് വെക്കാറുണ്ട്. ഞാനിവിടെ കറിയാണ് വെക്കുന്നത്. പരിപ്പൊക്കെ ഇട്ട് നല്ല കുഴമ്പനായിട്ട്, ഇത്തിരി ഗ്രേവിയൊക്കെ ആയിട്ട്, കുറുകിയ ചാറോടുകൂടിയായിട്ട് നല്ല നാടൻ കുടപ്പൻ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുടപ്പൻ ഞാൻ നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു അര കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ഉപ്പിൽ വെച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഉപ്പിൽ വെച്ചെടുക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 3 വിസിൽ മതിയാവും. 3 വിസിൽ കൊണ്ടിട്ട് പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടപ്പൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. നന്നായി ഒന്ന് അടിയെ ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കാം. കുടപ്പൻ കുക്കറിലിട്ടിട്ട് നമുക്ക് ഒരു 2 വിസിൽ മതിയാവും. അപ്പോൾ നല്ല കുഴമ്പനായിട്ട് നമുക്ക് കുടപ്പനും പരിപ്പും കൂടി ഉപ്പിൽ വേവിച്ചത് കിട്ടും കേട്ടോ. അങ്ങനെ അത് ഇപ്പോൾ നമുക്ക് നല്ല നല്ല കുഴകുഴാന്നിരിക്കുന്ന കുടപ്പനും പരിപ്പും കൂടി ഉപ്പിൽ വെച്ചത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു താളിപ്പ് തയ്യാറാക്കണം. അതിലൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ അടുപ്പത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. അതിലേക്ക് നമുക്ക് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, സവോള അല്ലെങ്കിൽ ഉള്ളി എടുത്താലും മതി. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഞാൻ പച്ചമുളക് ഇവിടെ കീറിയിട്ടില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കൊടുക്കണ കാരണം ഞാൻ പച്ചമുളക് നടുകെ കീറാതെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കി വഴറ്റണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് അധികം എരിവില്ല കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കച്ചെമ്മീനോടെ വറുത്തിട്ട് അതിൻ്റെ പൊടി നമുക്ക് പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ. അത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ്. അത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുടപ്പനും പരിപ്പും കൂടിയുള്ള ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടിയൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അടിയെ നന്നായി ഇളക്കുക, കാരണം ആ പരിപ്പൊക്കെ അതിൻ്റെ അടിയിലായിരിക്കും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടാകുന്നു. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഈ സമയത്താണ് തേങ്ങ ചിരകിയത് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താളിപ്പ് ചെയ്യുമല്ലോ, താളിപ്പ് ഉണ്ടാക്കുമല്ലോ, ആ സമയത്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഈ വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് വാങ്ങുമല്ലോ, ആ സമയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാനിവിടെ തേങ്ങ ചേർക്കുന്നത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദ് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അങ്ങനെ ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അത് താളിപ്പ് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്വാദിഷ്ടമായ കുടപ്പൻ കറി റെഡി.